കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MA പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് ഇയറിലെ പേപ്പറായ MPS 002 ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി ആൻഡ് പ്രോബ്ലംസ് എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ബിഫോർ യു ബിഗിൻ എന്താണ് PYQ UA അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മൾ ഈ ഒരു PYQ UA ക്രിയേറ്റ് ചെയ്യുന്നതിന് 3 സോഴ്സസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. സെക്കൻഡ് വൺ ഇഗ്നോയുടെ SLM ആണ്. ബുക്ക് 1 ആൻഡ് ബുക്ക് 2 നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ 2025 to 2026 വാലിഡ് ആയിട്ടുള്ള ട്യൂട്ടർ മാർക്കറ്റ് അസൈൻമെന്റ്സും ആണ്. ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ജൂൺ 2022 മുതൽ ഡിസംബർ 2025 വരെ ഇഗ്നോ നടത്തിയിട്ടുള്ള ഏകദേശം 8ഓളം വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്തിട്ടുള്ളത്. സോ അതിലൂടെ ഓരോ യൂണിറ്റിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ യൂണിറ്റിൽ നിന്നുമാണ് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നും നിങ്ങളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് PYQ UAയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. സോ ഈ ഒരു ഡോക്യുമെന്റിന്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഹൈ യീൽഡ് സിലബസ് മാപ്പ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിലൂടെ നടത്തുന്നുണ്ട്. അതായത് 35 യൂണിറ്റ് ആണ് ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. ഈ 35 യൂണിറ്റ്സിൽ നിന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന യൂണിറ്റ്, അതായത് എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ഏതൊക്കെ യൂണിറ്റിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ ഇവിടെ ഈ 35 യൂണിറ്റിനെയും 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എക്സാമിന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ യൂണിറ്റിന്റെയും റെലവൻസ് കണക്കാക്കിയിട്ടുള്ളത്. സോ ഇവിടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഹൈ yielded യൂണിറ്റ്സ് ആണ്, സെക്കൻഡ് കാറ്റഗറി മീഡിയം yielded യൂണിറ്റ്സും തേർഡ് കാറ്റഗറി ലോ yielded യൂണിറ്റും ആണ്. ഹൈ yielded യൂണിറ്റ് എന്ന് പറയുമ്പോൾ എക്സാമിന് പലതവണ റിപ്പീറ്റ് ആയിട്ട് ആ ഒരു യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മീഡിയം yielded ആകുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ടാണ് എക്സാമിന് ആ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. ലോ yielded എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ടൈംസ് മാത്രമാണ് എക്സാമിന് ആ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. സോ ഇങ്ങനെ ഏതാണ് നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറും. ദെൻ ഓരോ യൂണിറ്റിൽ നിന്നുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ ബ്ലൂ പ്രിന്റ്സും നമ്മളുടെ PYQ UAയിൽ ഇൻക്ലൂഡഡ് ആണ്. അതോടൊപ്പം തന്നെ ഒരു 3 hour എക്സാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഓരോ ആൻസേഴ്സും നിങ്ങൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസറിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ടൈം എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും PYQ UAയിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങളിപ്പോൾ ഫ്രഷ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ലേണേഴ്സ് ആണെങ്കിലും അല്ല റിവിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ലേണേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ ഈ ഒരു ഡോക്യുമെന്റും ഇന്നത്തെ ഈ ഒരു സെഷനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സെഷനിലേക്ക് എടുക്കാം. ആദ്യം നോക്കുന്നത് ഹൗ ടു യൂസ് ദിസ് ഡെക്ക് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക.
ചിലർ നല്ലോണം പഠിച്ചിട്ടുണ്ടാവാം, ചിലർ തീരെ പഠിച്ചിട്ടുണ്ടാവില്ല, ചിലർ ഇനിയിപ്പോൾ എക്സാമിന്റെ കുറച്ച് ദിവസം മുന്നേ മാത്രം ഇരുന്നാൽ മതിയല്ലോ, എനിക്കിപ്പം ലാസ്റ്റ് പഠിച്ചാലല്ലേ എനിക്കത് ഓർമ്മ വരെയുള്ളൂ എന്നുള്ള ആളുകളുണ്ടാവാം. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ 3 പാത്വേസ് ഡിസ്കസ് ചെയ്യും. അതിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പാത്വേ സെലക്ട് ചെയ്തിട്ട് വേണം ഇനിയുള്ള നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് പാത്ത് 1 ആണ്, ദ ക്രാഷ് റിവിഷൻ. അതായത് എക്സാമിന്റെ ഒരു 7 ഡേയ്സ് മുന്നേ പഠിക്കാനിരിക്കുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പാത്ത് 1 എന്ന് പറയുന്നത്. ഫോർ ലേണേഴ്സ് ഹു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദ SLM ആൻഡ് നീഡ് റാപ്പിഡ് റിവിഷൻ. അതായത് ഈ ഒരു പാത്ത് 1 പറയുന്ന ലേണേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി SLM ഒക്കെ വായിച്ചിട്ടുണ്ടാവാം, ഇനി ഒരു റാപ്പിഡ് ആയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു റിവിഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ലേണേഴ്സ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ലേണേഴ്സ് ചെയ്യേണ്ടത് ഡേ 1 ആൻഡ് ഡേ 2 നിങ്ങൾ 3 സ്റ്റാർ ഇട്ടിട്ടുള്ള യൂണിറ്റ്സ് അഥവാ ഹൈ yield യൂണിറ്റ്സ് നിങ്ങൾ കവർ ചെയ്യാം. റിയലിസം, ഗ്ലോബലൈസേഷൻ, എക്കണോമിക് റിലേഷൻസ്, ന്യൂ വേൾഡ് ഓർഡർ, സയൻസ് ആൻഡ് ടെക്നോളജി, പോസ്റ്റ് കോൾഡ് വാർ ഇഷ്യൂസ്, US പവർ, ചൈന, പോസ്റ്റ് മോഡേണിസം ഓർ പോസ്റ്റ് കൊളോണിയലിസം, എൻവയോൺമെന്റൽ ഡിബേറ്റ്, ട്രാൻസ്നാഷണൽ മൂവ്മെന്റ്സ്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ പാർട്ട് 1 തേർഡ് ആൻഡ് ഫോർത്ത് ഡേ എങ്ങനെയാണ് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മളുടെ PYQ ബുക്ക്ലെറ്റിൽ തന്നെ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് 2 ആണ്, ദ സ്ട്രക്ചേർഡ് സ്റ്റഡി ആണ്. അതായത് എക്സാമിന്റെ ഒരു 1 മന്ത് മുന്നേ പഠിക്കാനിരിക്കുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ലേണേഴ്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾ യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 8 വരെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. അതിൽ പ്രധാനപ്പെട്ട എല്ലാ അപ്രോച്ചസും റിയലിസ്റ്റ്, ലിബറൽ, മാർക്സിസ്റ്റ്, ന്യൂ റാഡിക്കൽ, പോസ്റ്റ് മോഡേണിസ്റ്റ്, ഫെമിനിസ്റ്റ്, എൻവയോൺമെന്റൽ ആൻഡ് വേൾഡ് വ്യൂസ്, ഈ അപ്രോച്ചസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സോ വീക്ക് 1 നിങ്ങൾ ഈ യൂണിറ്റ് 1 to 8 ആണ് പഠിക്കേണ്ടത്. ദെൻ വീക്ക് 2 എന്ത് പഠിക്കണം, വീക്ക് 3 എന്ത് പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് 3 ആണ്, ദ സെലക്റ്റീവ് സ്ട്രാറ്റജി പാസ് ദ പേപ്പർ ഫോർ ലേണേഴ്സ് ഷോർട്ട് ഓൺ ടൈം ഹു നീഡ് എ സേഫ് 5 ക്വസ്റ്റ്യൻ സ്ട്രാറ്റജി. ഇപ്പോൾ എക്സാമിന് മുമ്പ് തീരെ പ്രിപ്പയർ ചെയ്യുന്നില്ല, എനിക്ക് ജസ്റ്റ് പാസ്സായാൽ മതി, ഇപ്പൊ ഏതെങ്കിലും നല്ല അതായത് എക്സാമിന് വരുംന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു 5 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു തരത്തിൽ പ്ലാനിങ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ലേണേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ PYQ ബുക്ക്ലെറ്റിൽ സെക്ഷൻ 1 കൊടുത്തിട്ടുള്ള കുറച്ച് യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് 1, യൂണിറ്റ് 13, യൂണിറ്റ് 17, യൂണിറ്റ് 5, യൂണിറ്റ് 7. അപ്പോൾ ഈ യൂണിറ്റുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു പോവുക. അപ്പൊ നിങ്ങൾക്ക് പാസ് ആവാനുള്ള അത്യാവശ്യം മാർക്ക് ഈ ഒരു പേപ്പറിൽ കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ യൂണിറ്റ് 1 റിയലിസം, യൂണിറ്റ് 13 ഗ്ലോബലൈസേഷൻ, യൂണിറ്റ് 17 ന്യൂ വേൾഡ് ഓർഡർ ഇൻ ഇന്ത്യ, യൂണിറ്റ് 5 പോസ്റ്റ് മോഡേണിസം ആൻഡ് പോസ്റ്റ് കൊളോണിയൽ, യൂണിറ്റ് 7 എൻവയോൺമെന്റൽ ഡിബേറ്റ് ആണ് വരുന്നത്. അപ്പം ഈ യൂണിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് എൻഷുർ ചെയ്യുക. ഈ യൂണിറ്റ് പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് ഈ ഒരു പേപ്പറിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ 3 പാത്വേസ് എന്ന് പറയുന്നത്. നിങ്ങൾ അപ്പോൾ ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പാത്തായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിലേക്ക് കിടക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 8ഓളം വരുന്ന പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ അനലൈസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്, എക്സാം ടോട്ടൽ 100ലാണ് മാർക്സ് വരുന്നത്, 3 hours ആണ് ഡ്യൂറേഷൻ വരുന്നത്, ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമായിരിക്കും. ദെൻ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ 2 സെക്ഷൻ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. സെക്ഷൻ 1 നോർമൽ ആയിട്ട് ഇന്റർനാഷണൽ റിലേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്രോച്ചസ്, ഫ്രെയിം വർക്ക്സ്, അണ്ടർ ഡെവലപ്മെന്റ്, പോസ്റ്റ് മോഡേണിസം, ഫെമിനിസം, എൻവയോൺമെന്റ് ആൻഡ് ഗ്ലോബലൈസേഷൻ, ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ 1 ഉണ്ടാവുക. ദെൻ സെക്ഷൻ 2 പ്രോബ്ലംസ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് ചോദിക്കാറുള്ളത്. ലൈക്ക് ഇന്റർവെൻഷൻ, ടെററിസം, ന്യൂക്ലിയർ ഇഷ്യൂ, SNT, US, ചൈന, സെൻട്രൽ ഏഷ്യ, ട്രാൻസ്നാഷണൽ മൂവ്മെന്റ്സ്, ഹ്യൂമൻ സെക്യൂരിറ്റി, ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ 2 യൂഷ്വലി ചോദിക്കാറുള്ളത്. സോ നമുക്ക് ഇവിടെ ഓരോ ആൻസറും നമുക്ക് 20 മാർക്കിലാണല്ലോ ഉള്ളത്. അപ്പൊ 20 മാർക്കിന്റെ ഒരു ആൻസറിനെ നിങ്ങൾ ഒരു 500 വേർഡ്സിലാണ് അതിന് ആൻസർ ചെയ്യേണ്ടത്. സോ ആൻസർ എന്ന് പറയുമ്പോൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ ആൻസേഴ്സ് ചെയ്താൽ കറക്റ്റ് ആയിട്ടും നമ്മൾ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ ഇൻട്രൊഡക്ഷൻ,
മെയിൻ ബോഡി കൺക്ലൂഷൻ ആ ഒരു ഫ്രെയിംവർക്കിൽ തന്നെ നിങ്ങൾ ആൻസേഴ്സ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതി പോവുക. ഇനി നമ്മൾ എക്സാം പേപ്പറിന്റെ സ്ട്രക്ചർ കാണിക്കുന്ന ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതിൽ 35% തിയററ്റിക്കൽ അപ്രോച്ചസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ദെൻ 22% ഗ്ലോബലൈസേഷൻ ആൻഡ് ഇക്കണോമിക് റിലേഷൻസും, 18% security and conflict, 15% power shift US, China and India, and 10% ആണ് ട്രാൻസാക്ഷണൽ ആൻഡ് ഹ്യൂമൻ ഇഷ്യൂസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഹൈ ഈൽഡ് സിലബസ് മാപ്പിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 35 യൂണിറ്റ് പഠിക്കാനുള്ളതിനെ നമ്മൾ അതിന്റെ എക്സാമിന് അത് എത്രത്തോളം തവണ ചോദിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിലെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 3 സ്റ്റാർ ഹൈ ഈൽഡ് ആണ്. ഇറ്റ് അപ്പിയർഡ് ഇൻ ഓൾമോസ്റ്റ് എവറി സെഷൻ ആൻഡ് ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ ഫോർ പാസിംഗ്. ഓൾമോസ്റ്റ് എല്ലാ സെഷൻസിലും ഈ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് അതിനെ 3 സ്റ്റാർ ഹൈ ഈൽഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന്റെ 50% ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് ഈ 3 സ്റ്റാർ ഹൈ ഈൽഡ് യൂണിറ്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ സെക്കൻഡ് കാറ്റഗറി 2 സ്റ്റാർ മീഡിയം ഈൽഡ് യൂണിറ്റ് ആണ്. ഫ്രീക്വന്റ് അപ്പിയറൻസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കോറിംഗ് വെൽ. നിങ്ങളുടെ 30% ടൈമാണ് 2 സ്റ്റാർ മീഡിയം ഈൽഡ് യൂണിറ്റ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ദെൻ 1 സ്റ്റാർ ലോ ഈൽഡ് അപ്പിയർസ് ഒക്കേഷണലി ആൻഡ് ഇറ്റ് ഇസ് ഗുഡ് ഫോർ കോംപ്രഹെൻസീവ് കവറേജ്. 20% ടൈമാണ് ലോ ഈൽഡ് യൂണിറ്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോ യൂണിറ്റും ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കാം. യൂണിറ്റ് 1 റിയലിസ്റ്റ് ആൻഡ് നിയോ റിയലിസ്റ്റ് അപ്രോച്ചസ് 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. ദെൻ യൂണിറ്റ് 2 ലിബറൽ ആൻഡ് നിയോ ലിബറൽ അപ്രോച്ചസ് 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. സോ അതൊരു 2 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 3 മാർക്സിസ്റ്റ് ആൻഡ് അതർ റാഡിക്കൽ അപ്രോച്ചസ് 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ ലോ ഈൽഡ് കാറ്റഗറി മീഡിയം ഈൽഡ് കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. ദെൻ യൂണിറ്റ് 4 നിയോ റാഡിക്കൽ അപ്രോച്ചസ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ മീഡിയം ഈൽഡ് കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. ദെൻ യൂണിറ്റ് 5 പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേണിസ്റ്റ് അപ്രോച്ചസ് 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. ദെൻ യൂണിറ്റ് 6 ഫെമിനിസ്റ്റ് അപ്രോച്ചസ് 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 7 എൻവയോൺമെന്റൽ അപ്രോച്ചസ് 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 8 വേൾഡ് വ്യൂസ് ഫ്രം ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക 3 തവണയാണ് ചോദിച്ചത്. ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 9 എൻഡ് ഓഫ് കോൾഡ് വാർ 1 തവണയെ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ലോ സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. 1 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ലോ ഈൽഡ് യൂണിറ്റ് ആണ്. ദെൻ യൂണിറ്റ് 10 പോസ്റ്റ് കോൾഡ് വാർ ഇഷ്യൂസ് 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 11 എമർജിംഗ് പവേഴ്സ് ആൻഡ് മിഡിൽ പവേഴ്സ് 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 12 റീജിയണൽ ഗ്രൂപ്പിംഗ്സ് 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 13 ഗ്ലോബലൈസേഷൻ 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 14 ഇന്റർനാഷണൽ ഇനീക്വിറ്റീസ് ഇതുവരെയും എക്സാമിന് ചോദിച്ചിട്ടില്ല. സോ 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 15 എലമെന്റ്സ് ഓഫ് ഇന്റർനാഷണൽ ഇക്കണോമിക് റിലേഷൻസ് 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 16 മാനേജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് IMF, WB, IBRD 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 17 ഇന്ത്യ ഇൻ ദ ന്യൂ ഗ്ലോബൽ ഓർഡർ 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 18 റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ മീഡിയം ഈൽഡ് കാറ്റഗറിയിലാണ് വരുന്നത്.
യൂണിറ്റ് 19 ഇന്റർവെൻഷൻ ഓർ ഇൻവേഷൻ ഒരു തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 20 ന്യൂക്ലിയർ പ്രോളിഫറേഷൻ 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 21 ഇന്റർനാഷണൽ ടെററിസം 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 22 റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 23 ഇനീക്വാലിറ്റി അമംഗ് നേഷൻസ് 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുള്ളത്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 24 ഗ്ലോബൽ കോർപ്പറേറ്റിസം ആൻഡ് സ്റ്റേറ്റ് സോവറിനിറ്റി 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ ലോയിൽഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ യൂണിറ്റ് 25 ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 26 ചേഞ്ചിങ് നേച്ചർ ഓഫ് അമേരിക്കൻ പവർ 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 27 ചൈന ആസ് എൻ എമർജിംഗ് പവർ 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 28 എമർജൻസ് ഓഫ് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ് 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 29 എത്നിക് റീസർജൻസ് ആൻഡ് ഐഡന്റിറ്റി വാസ് 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ളത്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 30 അബോറിജിനൽ ഓർ ഇൻഡിജീനിയസ് മൂവ്മെന്റ്സ് 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 31 ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പോപ്പുലേഷൻ ഇതുവരെയും എക്സാമിന് ചോദിച്ചിട്ടില്ല. സോ 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 32 ട്രാൻസ്നാഷണൽ മൂവ്മെന്റ്സ് കൾച്ചറൽ ആൻഡ് സിവിലൈസേഷണൽ 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 33 റോൾ ഓഫ് NGOs 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2022 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 34 ദ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2022 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ഫൈനൽ യൂണിറ്റ് 35 ഹ്യൂമൻ സെക്യൂരിറ്റി 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. സോ നിങ്ങൾ ആദ്യം 3 സ്റ്റാർ ഇട്ടിട്ടുള്ള യൂണിറ്റ്സ് ഒക്കെ പഠിക്കുക. അതിനുശേഷം 2 സ്റ്റാർ ഇട്ടുള്ള യൂണിറ്റും ഏറ്റവും അവസാനം 1 സ്റ്റാർ ഇട്ടുള്ള യൂണിറ്റ്സും ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആണ്. അതിൽ യൂണിറ്റ് 1 റിയലിസ്റ്റിക് അപ്രോച്ചസ് എന്നുള്ള ടോപ്പിക് 5 തവണ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 17 ഇന്ത്യ ഇൻ ദി ന്യൂ ഗ്ലോബൽ ഓർഡർ എന്നുള്ളതും 5 തവണ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 15 ഇന്റർനാഷണൽ ഇക്കണോമിക് റിലേഷൻസിൽ നിന്നും 5 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 13 ഗ്ലോബലൈസേഷനിൽ നിന്നും 5 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 22 സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് എന്നുള്ളതിൽ നിന്നും 5 തവണ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഈ യൂണിറ്റ് ഒന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലേക്കാണ് കിടക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഓരോ യൂണിറ്റിൽ നിന്നുള്ള ഹൈ പ്രോബബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ആൻസർ ബ്ലൂ പ്രിന്റ്സ് നമ്മളുടെ ലേൺവൈസ് ആപ്പിൽ PYQ UA ബുക്ക്ലെറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതെല്ലാവരും ചെക്ക് ചെയ്യുക. ഓരോ ആൻസേഴ്സും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ ബ്ലൂ പ്രിന്റിൽ കൊടുത്തിട്ടുള്ള ഒരു സ്ട്രക്ചർ അനുസരിച്ച് നന്നായിട്ട് പഠിക്കാം. ഏത് രീതിയിലാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളത് ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ ബ്ലൂ പ്രിന്റിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് പ്രകാരം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവാം. റിയലിസ്റ്റ് ആൻഡ് നിയോ റിയലിസ്റ്റ് അപ്രോച്ചസ് എന്നുള്ള ഏരിയയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. That is, discuss the key concept of realist approaches to international relations or explain the importance of realist approaches to international relations. Most repeated ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ്, write short notes on balance of power.
ദെൻ ലിബറൽ ആൻഡ് നിയോ ലിബറൽ അപ്രോച്ചസ് എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. എക്സ്പ്ലെയിൻ ദ നിയോ ലിബറൽ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ഓർ എക്സാമിൻ ദ അണ്ടർലൈങ് അസംഷൻസ് ഓഫ് ലിബറലൈസേഷൻ. നെക്സ്റ്റ് മാർക്സിസ്റ്റ് ആൻഡ് അതർ റാഡിക്കൽ അപ്രോച്ചസ് എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. ക്രിട്ടിക്കലി എക്സാമിൻ ദ മാർക്സിസ്റ്റ് അപ്രോച്ച് ടു ഇന്റർനാഷണൽ റിലേഷൻസ്. നെക്സ്റ്റ് നിയോ റാഡിക്കൽ അപ്രോച്ചസ് അണ്ടർ ഡെവലപ്മെന്റ് എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. അതും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഡിസ്ക്രൈബ് ദ തിയറി ഓഫ് സെൻട്രൽ പെരിഫറി ഓർ ഹൗ ഇസ് അണ്ടർ ഡെവലപ്മെന്റ് ഡിഫറെന്റ് ഫ്രം ഡെവലപ്മെന്റ് ഓർ എക്സ്പ്ലെയിൻ ദ മെയിൻ ആസ്പെക്ട് ഓഫ് നിയോ റാഡിക്കൽ അപ്രോച്ചസ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേണിസ്റ്റ് അപ്രോച്ചസ് എന്നുള്ളതിൽ നിന്നും വന്നിട്ടുള്ളത് ഡിസ്ക്രൈബ് ദ കീ തീംസ് ഓഫ് പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ തിയറി ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് ഓർ എക്സാമിൻ ദ പോസ്റ്റ് മോഡേണിസ്റ്റ് അപ്രോച്ച്. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഫെമിനിസ്റ്റ് അപ്രോച്ചസ് എന്നുള്ള ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ക്രിട്ടിക്കലി എക്സാമിൻ ദ ഫെമിനിസ്റ്റ് വ്യൂ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് റെലവൻസ് ടു ഇന്റർനാഷണൽ റിലേഷൻസ് ഓർ ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഓഫ് റിയലിസം. നെക്സ്റ്റ് എൻവയോൺമെന്റൽ അപ്രോച്ചസ് എന്നുള്ള ഏരിയയിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ലിങ്കേജസ് ബിറ്റ്വീൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓർ എക്സാമിൻ ദ നോർത്ത് സൗത്ത് ഡിവൈഡ് ഇൻ ഗ്ലോബൽ എൻവയോൺമെന്റൽ ക്രൈസിസ്. നെക്സ്റ്റ് വേൾഡ് വ്യൂസ് ഫ്രം ഏഷ്യ ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക എന്നുള്ള ഏരിയയിൽ നിന്നും വന്നിട്ടുള്ളത് analyze the Asian and African approaches for regional cooperation or compare and contrast the view of Gandhi and Tagore as humanist. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ എൻഡ് ഓഫ് കോൾഡ് വാർ എന്നുള്ള ഏരിയയിൽ നിന്നും വന്നിട്ടുള്ളത് ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ന്യൂ കോൾഡ് വാർ. ദെൻ പോസ്റ്റ് കോൾഡ് വാർ ഇഷ്യൂസ് എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിസ്ക്രൈബ് ദ മേജർ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ നേഷൻ സ്റ്റേറ്റ് ഇൻ പോസ്റ്റ് കോൾഡ് വാർ പീരിയഡ് ഓർ പോസ്റ്റ് കോൾഡ് വാർ ചാലഞ്ചസ് ടു ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇത്രയാണ് ഓരോ യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു 3 ഹവറിന്റെ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ഫുൾ പ്രാക്ടീസ് സെറ്റുകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത്. സോ ഈ 2 പ്രാക്ടീസ് സെറ്റിലെ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മളുടെ PYQ UA ബുക്ക്ലെറ്റിലാണ് അവൈലബിൾ ആയിരിക്കാം. സോ ആദ്യത്തെ സെറ്റ് പ്രാക്ടീസ് സെറ്റ് A ആണ്. ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആണ്. നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ടൈം 3 ഹവേഴ്സ് ആണ്. അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് ആണ്. 20 മാർക്ക് ഈച്ച്. സെക്ഷൻ 1 ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കീ കോൺസെപ്റ്റ് ആൻഡ് തിയറിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ റിയലിസ്റ്റ് അപ്രോച്ചസ് ടു ദി ഇന്റർനാഷണൽ റിലേഷൻസ് വിത്ത് എംഫസിസ് ഓൺ ഇറ്റ്സ് നിയോ റിയലിസ്റ്റ് റിഫൈൻമെന്റ്. Second question, critically examine the theory of underdevelopment with reference to the center periphery and dependentia models. Question number 3, discuss globalization as a process and evaluate the argument of its protagonists and critics. Question number 4, analyze the environment development debate and the north-south divide in global environmental crisis. Question number 5, discuss the implications of the new world order for India and assess the options available. Then section 2 il aditya question number 6, examine the role of science and technology in shaping international relations and state sovereignty. Question number 7, discuss the emergence of China as a superpower in world politics and assess the stability of its rise. Question number 8, write an essay on the global fight against international terrorism. Then question number 9, describe the current status of the United States in the world hierarchy of power. Question number 10, write short notes on option A, transnational religious movements. Option B, prospects of human security. Next, practice at B, surprise ready paper ആണ്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടുത്തൊരു സെറ്റ് ഓഫ് പേപ്പർ ആണ്. ടൈം 3 ഹവേഴ്സ് ആണ്. അറ്റംപ്റ്റ് എനി 5 ആണ്. ആൻഡ് 20 മാർക്ക് ഈച്ച്. സെക്ഷൻ 1 ആദ്യത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ മാർക്സിസ്റ്റ് ആൻഡ് നിയോ റാഡിക്കൽ അപ്രോച്ചസ് ടു ഇന്റർനാഷണൽ റിലേഷൻസ് വിത്ത് റെഫറൻസ് ടു ഇംപീരിയലിസം, നിയോ കൊളോണിയലിസം ആൻഡ് ഹെജ്മണി. Question number 2, critically discuss the feminist critique of realism and its relevance to contemporary international relations. Question number 3, explain the underlying assumptions of the neoliberal approach and the theory of communication. Question number 4, describe the post-Cold War challenges to the nation state and international peace and security. Question number 5, compare Asian and African approaches to regional cooperation. Next, section 2 question number 6, what is meant by self-determination? Describe its application to multi-ethnic societies. Question number 7, explain the evolution of nuclear non-proliferation regime since 1945. Question number 8, distinguish between foreign direct investment and portfolio investment and examine their linkages.
Question number 9. Examine the emergence of Central Asian republics and the status of national minorities post-USSR. Question number 10. Write short notes on option A, indigenous movements, option B, global corporatism and state sovereignty. ഇതാണ് രണ്ട് പ്രാക്ടീസ് സെറ്റുകൾ. ഇതിന്റെ ആൻസേഴ്സ്, ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നമ്മളുടെ ലേൺവൈസ് ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതെല്ലാവരും ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് എങ്ങനെ എഴുതണം, എങ്ങനെ എഴുതിയാലാണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, അതാണ് നമ്മൾ എങ്ങനെ എഴുതണം, എത്രത്തോളം നമ്മൾ ടൈം യൂട്ടിലൈസ് ചെയ്യണം, നമ്മൾ ഈ ഒരു 3 hour എക്സാമിന് എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്ത് എഴുതണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ആൻസേഴ്സ് എഴുതുമ്പം ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഈ ഒരു ഫ്രെയിം വർക്കിലാണ് ആൻസേഴ്സ് എഴുതേണ്ടത്. ഒരു 20 മാർക്കിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി ഒരു 500 to 600 വേർഡ്സിലാണ് അതിന്റെ ആൻസേഴ്സ് എഴുതേണ്ടത്. ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതാം. ഇൻട്രൊഡക്ഷൻ ഒരു 2 to 3 സെന്റൻസിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷനിൽ മെയിൻ ആയിട്ടും ഒരു കോൺസെപ്റ്റ് എന്താണ്, ആ കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുക. ദെൻ ആ കോൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്, അതിന്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് ഇൻട്രൊഡക്ഷനിൽ എഴുതിയിരിക്കണം. ദെൻ മെയിൻ ബോഡിയിലേക്ക് വരുമ്പം ഒരു 4 to 6 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സോ മെയിൻ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പോയിന്റ് വൈസ് ആയിട്ടാണ് എഴുതേണ്ടത്. അതായത് ഫസ്റ്റ് പോയിന്റ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അടുത്ത പോയിന്റ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, ആ രീതിയിലാണ് എഴുതേണ്ടത്. മെയിൻ ബോഡി കഴിഞ്ഞാൽ നെക്സ്റ്റ് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷനും 2 to 3 സെന്റൻസിലാണ് എഴുതേണ്ടത്. നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ്റെ അതിന്റെ ഒരു എന്താണോ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ മോഡേൺ റെലവൻസ് ഒക്കെ എഴുതിയിട്ട് നമ്മളെ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ആ ഒരു ആൻസർ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ ആൻസേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും ഈ ഒരു ഫ്രെയിം വർക്കിൽ തന്നെ നിങ്ങൾ എഴുതാം, ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. നെക്സ്റ്റ് നമുക്ക് പല ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്കഷൻ ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് ആദ്യം നോക്കാം. ഇപ്പൊ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ആദ്യം തന്നെ ആ ഒരു തിയറി എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. മെയിൻ ആയിട്ട് ഹൂ, വെൻ, വാട്ട് എന്നുള്ള ഈ 3 കാര്യങ്ങൾക്കാണ് ആദ്യത്തെ നമ്മളുടെ ഒരു ലൈനിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതായത് ആരാണ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, എപ്പോഴാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, തിയറി എന്താണ്. ഇത് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് തിയറിയുടെ കോർ കോമ്പണൻസ് അല്ലെങ്കിൽ സ്റ്റേജസ് നമ്മൾ എഴുതണം. SLM കൊടുത്തിട്ടുള്ള ടേംസ് തന്നെ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് തിയറിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതാം. ദെൻ തിയറിയുടെ ലിമിറ്റേഷൻ ഓർ ക്രിറ്റിസിസം നമ്മൾ എഴുതിയിരിക്കണം. ദെൻ ഫൈനലി ആ ഒരു തിയറി മോഡേൺ പ്രാക്ടീസുമായിട്ടോ അല്ലെങ്കിൽ റിലേറ്റഡ് തിയറീസുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നതെന്നും നമ്മൾ എഴുതണം. ഇനി ഡിസ്കസ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ അതിൽ നടത്തേണ്ടത്. അതിൽ നമുക്ക് ആ ഒരു നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റിന്റെ പല അഡ്വാൻറ്റേജസ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും, പല പൊളിറ്റിക്കൽ തിങ്കേഴ്സിനും പല പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു ആൻസേഴ്സ് ചെയ്യേണ്ടത്. ഇനി എക്സ്പ്ലെയിൻ എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ ഡീപ്പായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്ത് അതിന്റെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ട് ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് തന്നെ അതിൽ എഴുതണം. സോ ഈ രീതിയിലാണ് നമ്മൾ ആൻസേഴ്സ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ടൈം മാനേജ്മെന്റിലേക്കാണ് കിടക്കുന്നത്. ഇപ്പം ഒരു 3 hour എക്സാമിനെ നമ്മൾ ഏത് രീതിയിൽ മാനേജ് ചെയ്യണം, നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റ് പ്ലാൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ ഒരു എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് കിട്ടുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ നിങ്ങൾ ആൻസേഴ്സ് എഴുതി തുടങ്ങരുത്. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. 5 മിനിറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഓരോ ക്വസ്റ്റ്യനും വായിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അത് ഈസി ആണെന്നുണ്ടെങ്കിൽ അത് ഈസി എന്ന് മാർക്ക് ചെയ്യുക, ടഫ് ആണെന്നുള്ളത് ടഫ് എന്ന് മാർക്ക് ചെയ്യുക, മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം എഴുതുക. ദെൻ ഓരോ ആൻസേഴ്സും എഴുതാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള ഫോർമാറ്റിൽ തന്നെ ആൻസേഴ്സ് എഴുതി പോവുക. ദെൻ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ റിവ്യൂ ചെയ്യില്ല. അപ്പൊ ടോട്ടൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി 6 മിനിറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ക്ലാരിറ്റി വേണോ, മിസ്സിംഗ് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടോ, കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു 6 മിനിറ്റിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് 15 മിനിറ്റ്സിലാണ് നമ്മൾ ആ ഒരു ഓൾ ആൻസേഴ്സിന്റെ ഫൈനൽ റിവ്യൂ നടത്തേണ്ടത്. ഈ ഒരു സമയത്തും സ്മോൾ കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. ഒരിക്കലും റീറൈറ്റ് ചെയ്യരുത്. ഒരിക്കലും എഴുതിയിട്ടുള്ള ആൻസർ വീണ്ടും നിങ്ങൾ എഴുതി തുടങ്ങരുത്. ഈ ഒരു സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടില്ലേ എന്നുള്ള കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യുക. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, നിങ്ങളിപ്പം ഒരു 800 വേർഡ്സിൽ ലോങ് പാരഗ്രാഫ് ആയിട്ട് ആൻസേഴ്സ് എഴുതുന്നതിനേക്കാളും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക 400 വേർഡ്സിൽ നിങ്ങൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ആൻസറിനാണ്.
വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൻസറിനെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക. വെൽ സ്ട്രക്ചേർഡ് ആൻസർ എങ്ങനെയിരിക്കും? ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ, ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ അത് പോയിന്റ് വൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് അതിന്റെ ഒരു പാരഗ്രാഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അടുത്ത പോയിന്റ് അതിന്റെ ഒരു പാരഗ്രാഫ് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ പ്രാക്ടീസ് സെറ്റ് എ, പ്രാക്ടീസ് സെറ്റ് ബി ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നമ്മളെ ലേൺവൈസ് ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം ലേൺവൈസ് ആപ്പ് നിങ്ങൾക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി അവൈലബിൾ ആയിരിക്കും. ദെൻ കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് വിത്ത് ഓൾ ആൻസർ ബ്ലൂ പ്രിന്റ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ബ്ലൂ പ്രിന്റ്സും ഒരു കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ഓരോ ആൻസേഴ്സും എങ്ങനെ പ്രസന്റ് ചെയ്യണം, എക്സാം സ്ട്രാറ്റജിയെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ആക്സസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലേൺവൈസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതെന്ന് പറയുന്നത് ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി, കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് വിത്ത് ഡീറ്റെയിൽഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് ഫോർ എവറി ക്വസ്റ്റ്യൻ, then extra high probability question pack curated from latest sessions, structured guidance on answer presentation and scoring, then mentor support to clarify doubts before the exam, and access to the Learnwise advanced learning ecosystem. So ഇതുവരെ നിങ്ങൾ ലേൺവൈസിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 7592939616 എന്ന ഈ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. Our team will guide you through enrollment and help you plan your preparation. So all the very best for your term and examination. Thank you. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.